വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകുന്ന ക്ഷേത്രമാണ് നീലേശ്വരത്തെ മന്നംപുറത്തുകാവ്. ഞാനും അമ്മയും അനിയനും കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങോട്ട് പോയത്. പഴമ ഇപ്പോഴും ഉള്ളതുകൊണ്ട് നാട് കാണാൻ നല്ല ഭംഗിയാണ്. 11:30 സമയത്ത് പൂജ ആയതുകൊണ്ട് 11 മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തി. നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉത്സവം നടക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. ദേവി വിളിച്ചു, നമ്മൾ വന്നു. പൂജ കഴിപ്പിക്കാനുള്ള റെസിപ്റ്റ് വാങ്ങി തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ചരട് വാങ്ങിയിട്ട് പൂജിക്കാൻ കൊടുത്തു. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു, കുറിയും തൊട്ടു. അന്നപ്രസാദത്തിന്റെ ടോക്കൺ വാങ്ങുന്ന സമയത്ത് അവിടുത്തെ ഉത്സവത്തിന്റെ നോട്ടീസ് തന്നു. മാർച്ച് 23 തൊട്ട് 31 വരെയാണ് ഈ വർഷത്തെ ഉത്സവം. പൂജയ്ക്ക് ഇനിയും സമയമുള്ളതുകൊണ്ട് അപ്പുറത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോയി. സ്റ്റേജിൽ പ്രഭാഷണം നടന്നുകൊണ്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അമ്പല പരിസരത്ത് മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണുപ്പും കാറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. മരങ്ങളും പച്ചപ്പും ഉള്ളതുകൊണ്ട് അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലെ നടന്നു പോകാൻ തന്നെ എന്തോ ഒരു സുഖം. ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്നു പോകേണ്ടത് ദൂരേ ഉള്ളൂ അമ്പലത്തിലേക്ക്. എന്നിട്ട് നേരെ പോയത് അമ്പലത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കുളത്തിന്റെ അങ്ങോട്ടേക്കാണ്. എന്തൊരു ഭംഗിയില്ല കാണാൻ. കുളം കണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള വീട്ടിൽ ഇങ്ങനെ സിമെന്റ് പ്രതിമകളുണ്ട്, അത് കാണാൻ മറക്കരുത്. ഇതെല്ലാം കണ്ട് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. പൂജ കഴിഞ്ഞു. എല്ലാവർക്കും നല്ലതേ വരുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ നേർച്ചേന്റെ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചത് ഫലിക്കുന്നതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇവിടെ വരുന്നത്. അമ്മ പ്രസാദം വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് നേരെ നമ്മൾ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എല്ലാം എടുക്കുന്ന കണ്ടിട്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന പിള്ളേർ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ വീഡിയോ എടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നേരെ പായസം മേടിച്ചു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല പായസം. കാവിൽ പോയവർ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. പോകാത്തവർക്ക് അയച്ചു കൊടുക്കുക. ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ.